നിത്യരോഗിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാല് മുറിക്കപ്പെട്ട് ക്യാൻസർ വന്ന് കീമോ ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഷുഗർ കൂടിയിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടവരില്ലേ, ഡയാലിസ് ചെയ്യുന്നവരില്ലേ. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നത്. ആ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി. അടുത്ത അഭയം എന്ന് പറയുന്ന ഡയാലിസ് സെന്ററിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്നവനാണ്, ചെറുപ്പക്കാരനാണ്. സഹോദര, നിങ്ങളുടെ ഈ മഹല്ലംഗമാണ് ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടോ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹു തന്ന രോഗങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് പടച്ചവൻ എനിക്ക് പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. ആ ദുആക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗിയുടെ അരികിൽ അല്ലാഹു ഉണ്ടെന്നാണ്, ഒരു രോഗിയുടെ അരികിൽ അള്ളയുണ്ടെന്നാണ്. വെറുതെ പറയുന്നതല്ല സഹോദര. തൊബക്കാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാനായ ഒരു ഇമാമ് പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഹദീസ് അവിടുന്ന് വിവരിച്ച് തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് മനുഷ്യരെല്ലാവരും കടന്നു വരുമ്പോ യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ വഉറാതൻ വഗുർലാ, നഗ്നരായിട്ട് നഗ്നപാതരായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. ഒരു ചാട് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ, താഴിന്റെ ചാഴച്ചെമ്പിന്റെ താഴച്ചെമ്പിന്റെ തറയാടോ, താഴച്ചെമ്പിന്റെ തറയാണ്. ഒരു ചാട് മുകളിൽ സൂര്യനാടോ, വിവസ്ത്രരാടോ, നഗ്നരായിട്ടാണ് നഗ്നപാതരായിട്ടാണ് കടന്നു വരുന്നത്. ഈ സമയത്ത് അല്ലാഹു മനുഷ്യരുടെ മുന്നിലോട്ട് കടന്നു വരുമ്പോ നരകം നിർബന്ധമായവർ അല്ലാഹുവിന്റെ മുന്നിലോട്ട് ഓടുകയോ, അല്ലാഹുവിന്റെ മുന്നിലോട്ട് മനുഷ്യരെല്ലാവരും ഓടുന്ന സമയമുണ്ട്. പടച്ചവനെ, നരകത്തിലോട്ട് വലിച്ചെറിയല്ല അല്ലാ. ദുനിയാവിൽ അല്ലാഹുവിനെ മറന്ന് ജീവിച്ച സഹോദരോ, നിസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത സഹോദരോ, റമളാനിൽ നോമ്പ് പിടിക്കാത്ത സഹോദരോ, ആലിമീങ്ങൾ നന്നാകണമെന്ന് പറയുമ്പോൾ അവരെ ട്രോളുന്ന യുവത്വമേ, നാളെ നീ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു ചെല്ലുകയോ. പറ്റിപ്പോയി അല്ലാ, സംഭവിച്ചുപോയി അല്ലാ, പുറത്തു തരണേ അല്ലാ. നീ അല്ലാഹുവിനോട് യാചിക്കാൻ ഓടുന്നൊരു ദിവസമുണ്ട്. നീ അല്ലാഹുവിന്റെ മുന്നിലോട്ട് യാചിക്കാൻ ഓടിപ്പോകുന്നൊരു സമയമുണ്ട്. ഈ സമയത്താണ് അല്ലാഹു ചില ആളുകളോട് സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നാളെ അല്ലാഹു ഒരു മനുഷ്യനോട് ചോദിക്കുകയോ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? നാട്ടിലും കുടുംബത്തിലും കൂട്ടുകാരിലും ഒരു രോഗിയുണ്ടായിട്ട് കാണാൻ പോകാത്തവനാണ്. ഒരു രോഗി സമീപത്തുണ്ടായിട്ട് സന്ദർശിക്കാൻ പോകാത്തവനാണ്. തിരക്കുണ്ടെന്ന് പറഞ്ഞു, ബിസിനസിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, രാഷ്ട്രീയ തിരക്കുണ്ടെന്ന് പറഞ്ഞു, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകാത്ത മനുഷ്യ, നാളെ നിന്നോട് അല്ലാഹു ചോദിക്കുകയാ, എന്തേടാ നീ എന്നെ ദുനിയാവിൽ കാണാൻ വരാതിരുന്നത്? എന്തേ ദുനിയാവിൽ നീ എന്നെ കാണാൻ വരാതിരുന്നത്? ഈ സമയത്ത് മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ, നീ ദുനിയാവിൽ അദർശനായിരുന്നല്ലോ അല്ലാ, ദുനിയാവിൽ നിന്നെ കാണാൻ കഴിയില്ലായിരുന്നല്ലോ അല്ലാ. ഏത് രാജ്യത്തായിരുന്നു നീ നിലകൊണ്ടത്? എവിടെ വന്നാലായിരുന്നു നിന്നെ കാണാൻ കഴിയുന്നത്? ഈ സമയത്ത് അല്ലാഹു പറയുകയോ,
ഇന്ന സ്ഥലത്തൊരു മനുഷ്യൻ രോഗിയായത് നീ അറിഞ്ഞില്ലേ? ഇന്ന സ്ഥലത്തൊരാള് ക്യാൻസർ പിടിച്ച് കിടന്നത് നീ അറിഞ്ഞില്ലേ? ഇന്ന വീട്ടിലൊരാള് കൈകാല് മുറിച്ച് കിടന്നത് നീ അറിഞ്ഞില്ലേ? ഇന്ന വീട്ടിലൊരാള് ആക്സിഡന്റ് പറ്റി തളർന്ന് കിടന്നത് നീ അറിഞ്ഞില്ലേ? ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു. ആ രോഗിയുടെ അരികിലോട്ട് നീ കടന്നു പോയിരുന്നെങ്കിൽ, ആ തളർന്ന് കിടക്കുന്ന മനുഷ്യന്റെ അരികിലോട്ട് നീ ഒന്ന് കടന്നു ചെന്നിട്ട് സന്തോഷത്തിന്റെ വർത്തമാനം നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നെന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് രോഗിയുടെ അരികിലോട്ടൊന്ന് കടന്നു ചെല്ലണ്. ആ രോഗിയെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണ്. സയ്യിദുമാരുടെ ദുആയിനെക്കാളും പവറാണ് വാപ്പാ. വഅള് പറയുന്ന ഉസ്താദിന്റെ ദുആയിനെക്കാളും അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹ് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അവിടെ അള്ളയുണ്ടെന്നാണ് സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു. രോഗിയുടെ സവിധത്തിൽ അല്ലാഹു ഉണ്ട്. രോഗിക്ക് വേണ്ടി എത്രയോ ദുആക്കൾ ഉണ്ടെന്നറിയോ? ഒരു രോഗിയുടെ സവിധത്തിൽ പോയിട്ട് നീ ചെയ്യേണ്ട ദുആ ഹദീസിൽ വളരെ ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പഠിക്കേണ്ട ഒരു ദുആ ഉണ്ട്. ഒരു ക്യാൻസർ രോഗിയുടെ അരികിലോട്ട് പോയിട്ട് നീ ചെയ്തു കഴിഞ്ഞാൽ, ഈ ദുആ നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻസർ നിനക്ക് വരില്ല എന്ന അത്രയും പവറുള്ളൊരു ദുആ ഉണ്ട്. അത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചു വെച്ചോളി. ഒരു ക്യാൻസർ രോഗിയുടെ അരികിലോട്ട് നീ കടന്നു ചെന്നു. ആ രോഗിയുടെ അരികിൽ ഇനി പറയാൻ പോകുന്ന ഹദീസിൽ വന്ന വാരിദായ ദുആയാണ്. ളഈഫായ ഹദീസൊന്നുമല്ല, മൗദൂആയ ഹദീസൊന്നുമല്ല, സ്വഹീഹായ ഹദീസ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പറയാൻ പോകുന്ന ദുആ ഒരു ക്യാൻസർ രോഗിയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ കേൾക്കാതെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം, ആ ക്യാൻസർ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ബാധിക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊള്ളി. ഇൻഷാ അല്ലാഹ് ലൈവൊക്കെ ഉണ്ട്. നാളെയാണെങ്കിലും കുടുംബസമേതം കേട്ടിട്ട് ഈ ഇതുവരെ പറഞ്ഞതൊന്നും വേസ്റ്റ് അല്ല. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഈ ദുആ പഠിച്ചു വെക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതാണ് ആ ദുആ? ക്യാൻസർ വരാത്ത ദുആ, സ്ട്രോക്ക് വരാത്ത ദുആ, ആക്സിഡന്റ് പറ്റിയിട്ട് കൈകാലുകൾ തളർന്നു പോകാത്ത ദുആ, സാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ആ അധരങ്ങളിൽ നിന്നും അടർന്നു വീണ ദുആ പഠിച്ചു വെച്ചോ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി وفضلني على كثير ممن خلق تفضيلا. الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا. ഈ ദുആ പഠിച്ചു വെക്കണേ സഹോദരാ. സമയപരിമിതി മൂലം അർത്ഥം പറഞ്ഞു തരുന്നില്ല. ഈ ദുആ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയുടെ അരികിലോട്ട് കടന്നു ചെന്ന്, സ്ട്രോക്ക് വന്നിട്ട് ശരീരം തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ അരികിലോട്ട് കടന്നു ചെന്ന്, കിഡ്നി ഫെയിലായിട്ട് ഡയാലിസ് ചെയ്യുന്നൊരു മനുഷ്യന്റെ സവിധത്തിലിരുന്ന് ഈ ദുആ എങ്ങാനും നീ പാരായണം ചെയ്താൽ ആ രോഗി
രോഗിയുടെ രോഗം നിന്നെ ബാധിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിർബന്ധമായിട്ടും പഠിക്കണേ. എന്നെ കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, ഈ ദുആ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ മറന്നു പോകല്ലോ. ഈ ദുആ നിങ്ങളുടെ ഭർത്താവിനെ പഠിപ്പിക്കാൻ മറന്നു പോകല്ലോ. 2 രോഗിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. 2 രോഗിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. ഒരു രോഗിയുടെ അരികിലോട്ട് കടന്നു ചെന്നാൽ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഫശ്ഫി അന്ത ശാഫി ലാ ശിഫാഉൻ ഇല്ലാ മിൻക ലാ യുഗാദിറു സഖമൻ വലാ അലമാ. ഈ ദുആ നീ പറയാൻ മടിക്കല്ലോ. ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യല് സുന്നത്താണ്. മുസ്ലിമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഈ നാട്ടിലേത് സമുദായത്തിൽപ്പെട്ടവൻ രോഗം പിടിച്ച് കിടന്നാലും കടന്നു ചെല്ലണം. ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. ഇതാരാണ് പഠിപ്പിച്ചതെന്നറിയോ? തന്റെ കൂട്ടത്തിൽ 5 വർഷം തനിക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു ജൂതനായ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ, അവൻ യഹൂദിയാണ്, ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിൽ അവൻ വിശ്വസിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ അരികിലോട്ട് പോവുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ജൂതനല്ലേ, യഹൂദിയല്ലേ, അങ്ങേ ഉപദ്രവിക്കുന്ന സമുദായക്കാരനല്ലേ? അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്തെന്നറിയോ? സ്വഹാബാ, രോഗമനുഭവിക്കുന്നവൻ മുസ്ലിമാണെങ്കിലും, രോഗമനുഭവിക്കുന്നവൻ യഹൂദിയാണെങ്കിലും, രോഗമനുഭവിക്കുന്നവൻ നസ്രാണിയാണെങ്കിലും വേദന ഒന്നല്ലേ സ്വഹാബാ? അവനും മനുഷ്യനല്ലേ സ്വഹാബാ? മാനവ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു തന്നത് അത് മറ്റാരുമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ് സഹോദര, ഈ സമുദായം തെറ്റിദ്ധരിച്ചു പോയതാണ്. രോഗം വന്നാലും മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, സംഘടന നോക്കാതെ കടന്നു ചെല്ലണേ. ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇതല്ലാന്റെ റസൂലിന്റെ സുന്നത്താ. ഒരു രോഗിയെ സന്ദർശിച്ചിട്ട് ആ വീട്ടിൽ നിന്നും നിന്റെ വീട്ടിലോട്ട് നീ തിരികെ നടക്കുമ്പോ അർശിന്റെ ചുവട്ടിലിരിക്കുന്ന മലക്കുകൾ നിനക്ക് ദുആ ചെയ്യുമെന്നാണ്. അർശിന്റെ ചുവട്ടിലിരിക്കുന്ന മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതാണെന്ന് ചിന്തിക്കല്ല്, ധരിക്കല്ല്. ഒക്കെയും ഹദീസുകളാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉലമാക്കളോട് ചോദിച്ചു നോക്കാം. അല്ലാഹുവേ, പറയാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.